ഓരോ മാസത്തിൽ സീരീസിൽ ഐഫോൺ ആയിരിക്കും മികച്ച ലെവലിൽ നിൽക്കുന്നത്. സോ നമ്മുടെ സാംസങ്ങിനെ വെല്ലുവിളിക്കാനായിട്ട് ഈ ഒരു വർഷം പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇറങ്ങിയത് സാംസങ് S23 ആയിരുന്നു. സോ ഇപ്രാവശ്യം അതിനെ വെല്ലുവിളിക്കാനായിട്ട് സാംസങ് വേറൊരു കിടില ഫോൺ ഇറക്കിയിട്ടുണ്ട്. സാംസങ് S24 FE സീരീസ് ആണ്. സോ അപ്പം ഇതിന്റെ അൺബോക്സിംഗും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സീരീസ് നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഫവാസ് സ്റ്റോറീസ്. നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് സാംസങ് S24 FE സീരീസ്. സോ ഇതിന്റെ അൺബോക്സിംഗ് നോക്കിയാലോ. നമ്മളതിൽ ഗാലക്സി S24 FE എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫോണിലുള്ളത്. സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗൈസ് നമുക്ക് സാംസങ് ഗാലക്സി S24 FEയുടെ ഫോണോ കാണാൻ സാധിക്കും. സോ ഐ ആം സോ എക്സൈറ്റ്മെൻറ്റ്. സോ അടുത്ത ഈ ഒരു ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പേപ്പേഴ്സുകളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും സംഭവവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന കാര്യം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ Type-C to Type-C ആയിരിക്കും കേബിൾ കിട്ടുന്നത്. സോ ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ കിട്ടുന്നില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ഫുൾ നോട്ട് ചെയ്യുക. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും ഗൈഡും പിന്നെ ഇതിനോട് സിം ഡിജിറ്റൽ ടൂളും കിട്ടുന്നുണ്ട്. നമ്മളുള്ള സാംസങ് ഗാലക്സി S24 FEയുടെ ഫോണാണ്. സോ ഇതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന കൊറില്ല വിക്ടസ് പ്ലസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലും കൊറില്ല വിക്ടസ് പ്ലസ് ആണ് വരുന്നത്. സോ ഇതിന്റെ അടുത്ത് നമുക്ക് പറയാനാണെങ്കിൽ ഇതിന്റെ മെറ്റൽ ഫ്രെയിം, ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള മെറ്റൽ ഫ്രെയിം അലുമിനിയം ഫ്രെയിം ആണ് വന്നിട്ടുള്ളത്. മെറ്റൽ അലുമിനിയം ഫ്രെയിം ആണ് ഈ സൈഡിൽ വന്നിട്ടുള്ളത്. അടുത്ത് പറയുന്നെങ്കിൽ റേറ്റിംഗ് IP റേറ്റിംഗ് വരുന്നത് 68 IP റേറ്റിംഗ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇതിലൊരു 68 കൊടുക്കും. തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 8mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് ഈ ഒരു ഫോണിൽ. സോ അപ്പം ഇതിന്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 213 ആണ് ഇതിന്റെ വെയിറ്റ്. S24 FEയുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഓൾ ഓവർ ഡിസൈൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഡിസൈൻസ് എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ബഡ്ജറ്റിൽ വെർത്താണെന്ന് തോന്നുന്നുണ്ട്. സോ ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേസിലോട്ട് വരാം. ഡിസ്പ്ലേസിൽ ഇത് വരുന്ന ഇഞ്ച് എന്ന് പറഞ്ഞത് 6.7 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു S24 FE സീരീസിൽ വരുന്നത്. അടുത്ത് വരുന്ന ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് റിഫ്രഷിംഗ് റേറ്റ് 120 Hz റിഫ്രഷൻ റേറ്റ്. എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ബഡ്ജറ്റിൽ 144 റിഫ്രഷൻ റേറ്റ് കൊടുക്കാമായിരുന്നു സാംസങ്ങിന്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1900 ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സൂര്യ വെളിച്ചത്തിലൊക്കെ നമുക്ക് എടുക്കുന്ന ഒരു പ്രശ്നം നമുക്ക് ഇത് കാണുന്നില്ല. സോ ഇനി അടുത്ത് വരുന്ന HDR പ്ലേ ബാക്ക് നമുക്ക് യൂട്യൂബിലും കിട്ടുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഫിംഗർ പ്രിന്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ആയിരിക്കും ഇതിന്റെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് സ്പീക്കറിന് വരാണെങ്കിൽ സ്റ്റീരിയോ ഡോൾബി എഫക്റ്റ് ആയിരിക്കും വരുന്നത്. സോ നിങ്ങളുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ കേട്ടു വരും. സാംസങ് S24 FEയുടെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇനി അടുത്ത് മെയിൻ ആയിട്ട് പറയുന്നത് പ്രോസസറിന്റെ കാര്യം. സോ പ്രോസസറിൽ വരുന്നത് S24 വരുന്ന സെനോക്സ് 400 ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. S24 FEയിൽ വരുന്നത് സെനോക്സ് 2400 വെർഷൻ ആയിരിക്കും വരുന്നത്. ഇതിൽ പിന്നെ പ്രൈമറി കോളും പിന്നെ സ്പീഡ് ലോയും നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് S24ലേക്ക്. സോ ഇതിൽ വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് പറയാനാണെങ്കിൽ എന്തായിരിക്കും, കുറച്ച് ഇതിന്റെ കാരണത്താൽ ബെറ്റർ തെർമൽ എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ അതിന്റെ എന്തുണ്ടാകും, ഹീറ്റിംഗ് പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു S24 FEയിൽ നമുക്ക് കിട്ടുന്നില്ല. പ്രോസസറിൽ വേറൊരു കാര്യം അടുത്ത് റാം പറയുകയാണെങ്കിൽ 8GB 128 ഉണ്ട്. അതുപോലെ 8GB 256 റാം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് UFC നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 FE നമുക്ക് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നമുക്ക് ഈ സാംസങ് ഗാലക്സി S24 FEന് നമുക്ക് പറയാൻ സാധിക്കും. സാംസങ് ഗാലക്സി S24 FEയുടെ ബാറ്ററിയുടെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്ററി നമുക്ക് വരുന്നത് 4700 mAh ബാറ്ററി ആയിരിക്കും നമുക്ക് ഈ സാംസങ് ഗാലക്സി S24 FEയിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് നമുക്ക് ഇൻബോക്സിന്റെ അത് വരുന്നത് 25 വോൾട്ട് ചാർജിങ് അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വയർലെസ് ചാർജിങ് 18 വോൾട്ട് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 FEയിൽ സപ്പോർട്ട് ആകുന്നുണ്ട് കേട്ടോ. സാംസങ് ഗാലക്സി S24 FE ഇതുവരെ നമുക്ക് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഇറ്റ്സ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇനി അടുത്ത് നമുക്ക് പറയുന്നത് കണക്ടിവിറ്റി. സോ എല്ലാവരും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സാംസങ് ഗാലക്സി S24 FE എടുത്താൽ അതിന്റെ കണക്ടിവിറ്റി എങ്ങനെ ഉണ്ടാവും, ഹൈ സ്പീഡ് ഉണ്ടാവോ, സാംസങ് S24ന്റെ ബെറ്റർ ഉണ്ടാവോ എന്നുള്ള കുറെ കാര്യങ്ങൾ എന്റെ ചോദിക്കുന്നുണ്ട്. സോ അതിനായിട്ട് ഞാൻ ഇന്ന് പറയുന്നുണ്ട്. സോ കണക്ടിവിറ്റി പറയുകയാണെങ്കിൽ 5G ബാൻഡ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ 4G കിട്ടുന്നുണ്ട്, Wi-Fi 6, ബ്ലൂടൂത്ത് 5.3, പിന്നെ NFC നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓക്കെ എന്നല്ല, കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ ഒരു ബഡ്ജറ്റിൽ. 6000 ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 FE ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. സോ കമ്പാരിറ്റീവ്ലി ഐഫോൺ ഓർ S24 S24നേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ് S24 FE എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
ആൻഡ്രോയിഡും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻബോക്സിൽ തന്നെ 15 ആയിട്ട് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 FE കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ സാംസങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 7 years വാറന്റി അല്ലെങ്കിൽ 7 years അപ്ഡേഷൻ നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി ഈ ഒരു FEക്ക് കൊടുക്കുന്നുണ്ട്, S24 FEക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ കിട്ടും. ഇറ്റ്സ് വെരി വെരി നൈസ് നമുക്ക് സാംസങ് ഗാലക്സിനെ പറയാൻ കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് സാംസങ് ഗാലക്സിയിൽ മെയിൻ ആയിട്ട് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറെ മാസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവും AI ഫീച്ചേഴ്സ്. സോ ആ ഒരു AI ഫീച്ചേഴ്സ് നമ്മുടെ സാംസങ് ഗാലക്സി S24 FEയിൽ വന്നിട്ടുണ്ട്. ഇതിൽ പറയുകയാണെങ്കിൽ ഇന്റർപ്രറ്റർ ഉണ്ട്, കോൾ അസിസ്റ്റന്റ് ഉണ്ട്, ചാറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, നോട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്റ്റഡ് ഉണ്ട്, പിന്നെ അഫ്കോഴ്സ് സർക്കിൾ ടു സർക്കിൾ വരെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ പോർട്രേറ്റ് വീഡിയോസ് കിട്ടുന്നുണ്ട്, പോർട്രേറ്റ് ഫോട്ടോസ്, സ്റ്റുഡിയോസ്, അങ്ങനെ പറയുന്ന പലതരം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S24 FEയിൽ കാണാൻ സാധിക്കും. സാംസങ്ങിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്യാമറയിൽ അവർ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാംസങ് ഗാലക്സി S24 FEയിലും അതേപോലെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ 12 MB ഉണ്ട്, പിന്നെ 50 MB വിത്ത് OIS ആണ്, പിന്നെ 8 MB ത്രീ ടെലിഫോട്ടോഗ്രഫി, പിന്നെ 10 MB സെൽഫി ക്യാമറ ഉണ്ട്, പിന്നെ സൂപ്പർ HDR വെച്ച് പ്ലസ് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അടിപൊളി മാരകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫോട്ടോസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8K എടുത്ത വീഡിയോസ്, 4K എടുത്ത വീഡിയോസ്, അങ്ങനെ പലതരം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നൈറ്റ് വിഷൻസ്, HDR, പോർട്രേറ്റ്സ് എല്ലാം പറയുന്ന വീഡിയോസ് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അതിന്റെ ക്വാളിറ്റീസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. ഓക്കെ, don't gotta worry for the both of us. Put you in the driver's seat. Don't gotta hurry and I need love. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് സാംസങ് ഗാലക്സി S24 FEയുടെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കണ്ടു. സോ അതിന്റെ തന്നെ പലതരം നമ്മളെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, ക്യാമറാസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാംസങ് S24 FE പിന്നെ വേറെ ഫോണായിട്ട് കമ്പാരിറ്റീവ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ഇതിനെപ്പോലെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ, ബൈ.